സർവശക്തനായ അല്ലാഹു പറയുന്നു, വലിയ നിന്നെ തവസ്സിരുത്തിയതും സത്യമായ അറിവുകളും ആരാധനകളും പഠിപ്പിച്ചതും എൻ്റെ മനുഷ്യാംശങ്ങൾക്ക് എന്നെ വിവരിച്ചുള്ള അറിവുകളും എനിക്കു ചെയ്യേണ്ടതായ ആരാധനകളും സത്യോപദേശം ചെയ്യാനാണ്. വലിയ അള്ളാഹുവിനോട് പറഞ്ഞു, നീയാണ് ഈ പ്രപഞ്ച ശക്തൻ, മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു എന്നെ ശിക്ഷയിലും രക്ഷയിലും പഠിപ്പിച്ചു. അതു കാരണത്താൽ ഞാൻ നിന്നെ മാത്രം സ്തുതിച്ച് വണങ്ങി നമസ്കരിക്കുന്നു. അള്ളാഹുവെ, നിന്റെ മനുഷ്യവംശങ്ങൾക്ക് സൃഷ്ടികർത്താക്കൾ പല നാട്ടിലുള്ള പല മനുഷ്യരും മനുഷ്യ കലാരൂപങ്ങളുമായ ബുദ്ധി വിഗ്രഹ കുരിശ് മൺകുമ്പാരങ്ങളും മനുഷ്യരുടെ മുൻദ്വാരങ്ങളും പിന്ദ്വാരങ്ങളും പ്രത്യേകമായും തങ്ങൾ മൗലവികൾ അള്ളാഹ്ക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞ് മൗലവികളുടെ പിന്ദ്വാരത്തിനെയും ബുദ്ധഗോപുരത്തിനെയും ബുദ്ധായ കല്ലിനെയും മണ്ണിന്റെ പൊരികളെയും മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളെയും മണ്ണിന്റെ പൊടികളെയും ആരാധിപ്പിക്കുന്നു. തങ്ങൾ മൗലവികൾ അച്ഛൻ പുരോഹിതന്മാരായി അള്ളാഹ് മറിയയിൽ കൂടി ജന്മമെടുത്തു, കുരിശിൽ പിടഞ്ഞു മരിച്ചു, അള്ളാഹ് എന്ന് പറഞ്ഞ് കുരിശു രൂപത്തിനെയും ആരാധിപ്പിക്കുന്നു. തങ്ങൾ മൗലവികൾ സ്വാമി പൂജാരികളായി ബുദ്ധി വിഗ്രഹ രൂപങ്ങളെ ആരാധിപ്പിക്കുന്നു. അള്ളാഹു ബുദ്ധി വിഗ്രഹ രൂപത്തിൽ ജന്മമെടുത്തു എന്ന് പറഞ്ഞു. തങ്ങൾ മൗലവികൾ നഗ്നസ്വാമികളായി മനുഷ്യരൂപത്തിൽ ജനിച്ചു വസ്ത്രം ഇല്ലാതെ ജീവിച്ചു, നഗ്നരൂപത്തിനെ ആരാധന ചെയ്തു എന്ന് പറഞ്ഞ് നഗ്നരൂപത്തിനെയും നടന്ന് നഗ്ന രൂപം ചെയ്യിപ്പിക്കുന്നു. തങ്ങൾ മൗലവികൾ നഗ്ന സന്യാസികളായി മനുഷ്യരുടെയും മുൻദ്വാരത്തിനെ ആരാധിപ്പിക്കുന്നു. അള്ളാഹ് ഇതുപോലെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നഗ്നസ്വാമികളായി നിന്ന് ഇരുന്നും മുൻദ്വാരത്തിനെ ആരാധിപ്പിക്കുന്നു. മനുഷ്യരുടെ സൃഷ്ടികർത്താവും മുൻദ്വാരങ്ങളാണ് എന്ന് പറഞ്ഞ് ആരാധിച്ച് പാടിപ്പോഴ്ത്തുന്നു. മൃഗങ്ങളെയും മൃഗങ്ങളുടെ കാഷ്ടവും കഴിപ്പിക്കുകയും തേപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷികളെയും ഇഴജന്തുക്കളെയും പാറ്റ, പുഴു, ഉറുമ്പുകളെയും മത്സ്യങ്ങളെയും മറ്റു പലതിനെയും ആരാധിപ്പിക്കുന്നു. അള്ളാഹ് ഇത്രയും രൂപത്തിൽ ജന്മമെടുത്തു എന്ന് പറഞ്ഞ് ആകാശഭൂമികളെയും സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെയും മറ്റു പലതും ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വതിനെയും ആരാധിപ്പിക്കുന്നു. 1000 മതരാഷ്ട്രീയ സംഘടനയുണ്ടാക്കി 1000 കളവുകൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും രൂപങ്ങളെ അള്ളാഹ് എന്ന് പറഞ്ഞ് ആരാധിപ്പിക്കുന്നത്. മനുഷ്യരെ അള്ളാഹ് എന്ന് പേര് വിളിക്കുന്നു. അള്ളാഹ് എന്ന് പേരുള്ള മനുഷ്യർ പല കോടികളാണ്. ഭൂമി ലോകത്ത് സകലം അക്രമങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹ് എന്നു പേരുള്ളവരാണ്. അള്ളാഹ് എന്ന് പേരുള്ളവർ ചെയ്യുന്ന അക്രമങ്ങൾ കാരണത്താൽ അള്ളാഹ് എന്ന് പേരുള്ളവരും മറ്റുള്ളവരും അള്ളാഹ് എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. തെറ്റുകൾ ചെയ്യുന്നവരെ എല്ലാം അള്ളാഹ് എന്ന് പറഞ്ഞ് കൊണ്ടാണ് ചീത്ത പറയുന്നത്. അള്ളാഹ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇത്രയും അക്രമങ്ങൾ ചെയ്യുന്ന അള്ളാഹ്ക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിമിന്റെ പേരുകൾ പറഞ്ഞ് നടക്കുന്നവർ അക്രമങ്ങൾ ഉണ്ടാക്കുന്നത്. ലോകത്ത് സകലം കൊള്ളയും കൊലയും ചെയ്യുന്നവർ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹ് എന്ന് പറഞ്ഞതും നബിയും സഹാബാക്കളും ചെയ്തതുമാണ്. അള്ളാഹ് മുഹമ്മദിനെ നബിയാക്കിയത് മനുഷ്യരെ കൊല ചെയ്യാനാണ്. നബി പിന്ദ്വാരത്തിനെ ആരാധിക്കാനും കൊള്ളയും കൊലയും ചെയ്യാനും മക്കയിൽ പല ലക്ഷം മൃഗങ്ങളെ അറുക്കാനും പഠിപ്പിച്ചവരാണ്. അള്ളാഹ് ദുഷ്ടനും പരാക്രമിയും ചോരക്കൊതിയനുമാണ് എന്നും മറ്റും പറഞ്ഞ് സർവ്വ മനുഷ്യരും അള്ളാഹുവിനെ ചീത്ത പറയുന്നു. അള്ളാഹ് എന്ന പേര് മനുഷ്യർക്ക് കേൾക്കുന്നത് അറപ്പും വെറുപ്പും കഠിന ദേഷ്യവുമാണ്. പല മത ദൈവ പേരുകളും ആകാശഭൂമിയിലുള്ള പല ഇനങ്ങളുടെ പേരുകളും അള്ളാഹ് എന്ന പേരും അല്ലാത്ത മറ്റു വല്ല പേരിലും സർവശക്തി സ്തുതിച്ച് വണങ്ങാൻ പറഞ്ഞു തരണം. അല്ലാഹു വലിയനോട് പറഞ്ഞു, ആദവും ഹവ്വയും എന്നെ അള്ളാഹ് എന്ന പേര് പറഞ്ഞാണ് ആരാധിച്ചത്, അതുപോലെ നീയും സത്യോപദേശം ചെയ്യണം. തങ്ങൾ മൗലവികളും മക്കക്കാരും പറയുന്നത് ആദം ഹവ്വയെ മക്കയിലാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു കൊണ്ടാണ്. മക്കക്കാരും തങ്ങൾ മൗലവികളും അള്ളാഹ് എന്ന പേരുകൾ പറഞ്ഞ് അനീതികൾ ചെയ്യുന്നത്. ഈ 3 പേരുകൾ കേൾക്കുന്നതും മനുഷ്യർക്ക് ദേഷ്യമാണ്. അള്ളാഹ്
അള്ളാഹു വലിയനോട് പറഞ്ഞു, മനുഷ്യർ ചീത്ത പറയും എന്ന് പറഞ്ഞ് സത്യം പറയാതിരിക്കാൻ പറ്റുകയില്ല. മക്കൾ മാതാപിതാക്കളെ ചീത്ത പറയും, തല്ലും, അടിയും മറ്റു പലതും ചെയ്യും. മക്കളെ കൊല ചെയ്യുവാൻ പറ്റുകയില്ല. മക്കളെ സത്യം ഉപദേശം ചെയ്ത് നല്ലവരാക്കണം. വലിയ നിന്നെ പല മതരൂപാരാധനവും ചെയ്യിപ്പിച്ചു, തെറ്റാണെന്ന് തെളിവുകളോടെ പഠിപ്പിച്ചു. ശിക്ഷകളെ കൂടി തങ്ങൾ മൗലവികൾ പറയുന്നത് പോലെ അവരുടെ മതത്തിൽ നിന്ന് അവർ ചെയ്യുന്ന നമസ്കാരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ചെയ്യിപ്പിച്ചു. പ്രത്യേകമായും 1000 വർഷത്തേക്കുള്ള നമസ്കാര പ്രാർത്ഥനകളും ദിക്ർ സലാത്തുകളും ചൊല്ലിപ്പിച്ചു. അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് നിന്നെ തെളിവുകളോടെ പഠിപ്പിച്ചു. ശിക്ഷകളും നൽകി. 1000 തപസ്സിൽ 1000 ദിവസം 1000 ശിക്ഷകൾ നൽകി. ഓരോ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നീ എന്നെ എന്തു പേർ വിളിച്ചുകൊണ്ടാണ് സ്തുതിച്ചു വണങ്ങി നിലവിളിച്ചു കരഞ്ഞത്? അല്ലാഹ് എന്ന് പേർ വിളിച്ചുകൊണ്ടല്ലേ നിന്നെ ഞാൻ കാണിച്ചു പഠിപ്പിച്ച നരക ശിക്ഷ അനുഭവിക്കുന്നവർ നിലവിളിച്ചു കരയുന്നത് അല്ലാഹ് എന്നെ രക്ഷിക്കണേ, അല്ലാഹ് എന്നെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്നല്ലേ പറയുന്നത്? സ്വർഗത്തിൽ കിടന്ന് സുഖിക്കുന്നവർ എന്നെ അല്ലാഹ് എന്ന് പറഞ്ഞ് നന്ദി പറയുന്നു. അതുപോലെ മനുഷ്യരായി മരണപ്പെട്ടു പോയ ആദം ഹവ്വ മുതൽ സർവത്ര നബിദൂതന്മാരും മഹർഷി ഔലിയാക്കളും സൂഫിയാക്കളും നിന്നോട് അവരുടെ സഹോദര സഹോദരികൾക്ക് സത്യോപദേശം ചെയ്യാൻ വേണ്ടി ഉപദേശിച്ചു. അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ജിൻ ജാൻ മലക്കുകളും മനുഷ്യരായ ഔലിയാക്കളും എന്നെ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു വണങ്ങണം. ഇവകളെല്ലാം നിന്നെ 1000 തപസ്സിൽ 1000 ശിക്ഷകളോടെ 1000 ദിവസങ്ങൾ കൊണ്ട് ശിക്ഷയിലും രക്ഷയിലും പഠിപ്പിച്ചതാണ്. അല്ലാഹ് എന്ന് പറഞ്ഞ് എന്നെ ധിക്കരിച്ച് ചീത്ത പറഞ്ഞാൽ കഠിനമായി ശിക്ഷിക്കും, ശിക്ഷ ലഭിക്കും. പ്രവൃത്തിയിൽ നിന്നെ പഠിപ്പിച്ചു. അല്ലാഹ് എന്ന് പറഞ്ഞ് എന്നെ സ്തുതിച്ചു വണങ്ങിയാൽ എന്റെ രക്ഷയും കരുണാനുഗ്രഹവും ഇരു ലോകത്തും ഉണ്ടാകും. കാലാകാലം സ്വർഗീയ സുഖജീവിതം ലഭിക്കും. അല്ലാഹ് എന്ന് പറഞ്ഞ് എന്നെ ധിക്കരിച്ച് ചീത്ത പറഞ്ഞാൽ കഠിനമായി ശിക്ഷ ലഭിക്കും. ഭൂമി ലോകത്തും പരലോകത്തും കാലാകാലം നരകശിക്ഷയും ലഭിക്കും. മനുഷ്യവംശങ്ങൾക്ക് ഭൂമി ലോകത്ത് അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും എന്റെ സ്നേഹം നിറഞ്ഞ കരുണാനുഗ്രഹത്തിൽ കാലാകാലം സ്വർഗീയ സുഖജീവിതവും ലഭിക്കണമെങ്കിൽ അല്ലാഹ് എന്ന തിരുവചനത്തിൽ എന്നെ സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കുകയല്ലാതെ മറ്റൊരു മരുന്നും മന്ത്രവും ഈ ലോകത്തില്ല. നിന്നെ തെളിവുകളോടെ സത്യം പഠിപ്പിച്ചതാണ്. അല്ലാഹ് എന്ന തിരുവചനത്തിൽ എന്നെ സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കുവാൻ ആണ് ആദം ഹവ്വ മനുഷ്യരെ പഠിപ്പിച്ചത്. ആദം ഹവ്വയുടെ സത്യോപദേശ ആരാധനാ പ്രാർത്ഥനാ പ്രവൃത്തികൾ വലിയ സത്യോപദേശം ചെയ്യണം. എന്റെ മനുഷ്യവംശങ്ങൾ നല്ലവരാവാൻ വേണ്ടി സർവശക്തനായ അല്ലാഹു മനുഷ്യവംശങ്ങൾക്ക് സത്യോപദേശം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച മഹദി മാമായ വലിയനെ തപസ്സിരുത്തി വലിയനോട് പറഞ്ഞു, വലിയേ, ഞാൻ ലോകശക്തികളിൽ കൂടുതൽ അന്തസ്സും അറിവും ബുദ്ധിയും അനുഗ്രഹവും നൽകിക്കൊണ്ട് ആദ്യ മനുഷ്യരും ആദ്യ ദൂതന്മാരായ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. ഇവകൾ കണ്ടതും മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ദുഷ്ട ഭീകര മായാമോഹിനി ഭൂത പിശാചിന് ദുഷ്ട അഹങ്കാര വൈരാഗ്യം കൂടി. പിശാചിന് ഇത്രയും ദേഷ്യം വരാൻ കാരണം പിശാച് തപസ്സിരുന്ന് എന്നോട് ആദം ഹവ്വക്ക് കൊടുത്ത ഇത്രയും സ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിശാച് തപസ്സിരിക്കുന്ന സമയം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ ആദം ഹവ്വക്ക് നൽകി. ഇവകൾ കണ്ടതും പിശാചിന് എന്നോട് ദുഷ്ടവൈരാഗ്യങ്ങൾ കൂടുകയും ഹൃദയം കൊണ്ട് എന്നെ ചീത്ത പറയുകയും ചെയ്തു. പിശാചിനെ ഞാൻ ശപിച്ചു. അവന്റെ രൂപം മാറ്റി നായ പന്നി മുഖരൂപത്തിലാക്കി. കാഷ്ടമൂത്രത്തിന്റെ ദുഷ്ടദുർഗന്ധത്തിൽ മനുഷ്യരുടെ കാഷ്ടവും മൂത്രവും വിയർപ്പും പിശാചിന് രുചികരമായ മധുരപലഹാരവുമാക്കി. പിശാചിന് കഠിനമായ ദേഷ്യം തോന്നി. ആദമിനോടും ഹവ്വയോടും അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി അവരിലേക്ക് അടുത്തു. ആദമിന്റെ കണ്ണിൽ പിശാചിനെ നായപന്നി രൂപത്തിലും കാഷ്ടം മൂത്രത്തിന്റെ ദുഷ്ടദുർഗന്ധങ്ങളോടെ കാണപ്പെടുന്നു. ആദം പിശാചിനെ ആട്ടി ഓടിപ്പിച്ചു. പിശാച് പറഞ്ഞു ആദമിനോട്, ഞാൻ നിങ്ങളെ കാണുകയും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. കാരണത്താലാണ് സർവശക്തനെ പുച്ഛിച്ചു
നിന്ദിച്ചു ധിക്കരിച്ചതും എന്നെ ശപിച്ചതും ഇത്രയും രൂപത്തിലാക്കിയതും ആദം നിന്നെ ഞാൻ വഴിതെറ്റിക്കും, നിന്റെ മക്കളെയും പേരമക്കളെയും വഴിതെറ്റിക്കും. എന്നെ അനുസരിക്കുന്നവരും ആരാധിക്കുന്നവരുമാക്കി മറ്റു സർവശക്തനെ മാറ്റും. എന്നെ അനുസരിക്കുന്നവരും ആരാധിക്കുന്നവരുമാക്കി മാറ്റും. സർവശക്തനെ സ്തുതിച്ച് നമസ്കരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. പിശാച് അഹങ്കരിച്ചു ആദമിനോട്. ആ സമയം ആദമിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനല്ലാഹ് എന്ന തിരുമന്ത്രം അള്ളാഹു അറിയിച്ചു കൊടുത്തു. ആദം അല്ലാഹു സുബ്ഹാനല്ലാഹ് എന്ന് വായ് കൊണ്ട് പറഞ്ഞതും ഇവകൾ കേട്ടതും പിശാച് കൂടി രക്ഷപ്പെട്ടു. ആദമിന് മനസ്സിലായി ഈ തിരുവചനം പിശാചിനെ ആട്ടിയോടിക്കാനുള്ളതാണ് എന്ന്. ഈ മന്ത്രം ആദം ഹവ്വയോട് പഠിപ്പിച്ചു. ഹവ്വ കുറച്ചു പ്രാവശ്യം ചൊല്ലി ഹവ്വ മൂത്രമൊഴിക്കുന്ന സമയം ആദമിൽ നിന്ന് മാറി നിൽക്കുന്ന സമയവും പിശാച് സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ ഹവ്വയിലേക്ക് അടുത്തു. ഹവ്വ മാടി വിളിച്ചു, കൂടെ ഇരുത്തി സംസാരിച്ചു. പിശാച് ഹവ്വയോട് പറഞ്ഞു, ആദം പറഞ്ഞു തരുന്ന മന്ത്രം ചൊല്ലരുത്. ആ മന്ത്രം എന്നെയും നിന്നെയും വേർതിരിപ്പിക്കാനുള്ളതാണ് എന്ന് മറ്റും പല കളവുകളും പറഞ്ഞ് ഹവ്വയെ വശീകരിച്ചു. പിശാചിന്റെ വലയിൽ കുടുങ്ങി. ആദം പറഞ്ഞത് ഹവ്വ ചെയ്യുന്നില്ല. ഹവ്വയും ആദമും തെറ്റിപ്പിരിഞ്ഞു. ശേഷം അവർ ഒരുമിക്കാൻ കഴിഞ്ഞില്ല. 100 വർഷം കഠിന ശിക്ഷകൾ അനുഭവിച്ച് നിലവിളിച്ച് കരഞ്ഞ് പക്ഷാതാപിച്ചു വീണ്ടും ഒരുമിച്ച് കൂട്ടി. വീണ്ടും ഹവ്വ പിശാചിന്റെ ചതിയിൽ കുടുങ്ങി. ആദം പറഞ്ഞത് ഹവ്വ ചെയ്യുന്നില്ല. ഹവ്വയും ആദവും തെറ്റിപ്പിരിഞ്ഞു. ശേഷം അവർ ഒരുമിക്കാൻ കഴിഞ്ഞില്ല. 100 വർഷം കഠിന ശിക്ഷകൾ അനുഭവിച്ച് നിലവിളിച്ച് കരഞ്ഞു പക്ഷാതാപിച്ചു വീണ്ടും ഒരുമിച്ച് കൂട്ടി. വീണ്ടും ഹവ്വ പിശാചിന്റെ ചതിയിൽ കുടുങ്ങി. മുൻ പറഞ്ഞതുപോലെ 100 വർഷം ശിക്ഷകൾ അനുഭവിച്ച് പക്ഷാതാപിച്ച് ഒരുമിച്ച് കൂട്ടി. ആ സമയം ഹവ്വക്ക് സത്യം മനസ്സിലായി. എന്റെ കൂടെ കൂടിയ സുന്ദരി പെണ്ണ് എന്നെ ചതിക്കുന്ന എന്റെ ശത്രുവാണെന്ന്. ഈ സത്യം മനസ്സിലാക്കി ആദവും ഹവ്വയും ഒരുമിച്ചു ജീവിച്ചു. കുട്ടികളും കുടുംബങ്ങളുമായി കുട്ടികളെ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള 100 ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത 100 പഠിപ്പിച്ചു. കുട്ടികളും കുടുംബങ്ങളുമായി ആദം ഹവ്വ ഉപദേശിച്ചതുപോലെ പല കോടി വർഷം ജീവിച്ചു. 1,40,000 നബിദൂതന്മാരുടെ സത്യത്തിൽ ജീവിച്ചു വന്നു. ഇന്ന് എല്ലാവരും ആദം ഹവ്വയെയും സർവശക്തിനെയും നിഷേധിച്ച് പുച്ഛിച്ച് ചീത്ത പറഞ്ഞ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന ജാതി മത വ്യക്തി വൈരാഗ്യത്തിലും ഇരുതര മൂർച്ചയും വശവും മൂർച്ചയുള്ള കുരിശുരൂപവും 3 മുനയും മൂർച്ചയുള്ള ശൂലവും മൂർച്ചയുള്ള വാളും മറ്റു ആയുധങ്ങളുമാക്കിയെടുത്ത് സ്വന്തം സഹോദരികളെ ജാതി മതത്തിന്റെ പേരിൽ കൊള്ളയും കൊലയും ചെയ്യിപ്പിച്ചും പിശാച് രക്തം കുടിച്ച് ചിരിച്ച് സന്തോഷിക്കുന്നു. സർവത്ര ഭാഷയിലും സർവത്ര മതദൈവങ്ങളും പിശാചായി കഴിഞ്ഞു. പിശാച് ചെവിയിൽ പറയുന്നത് പോലെ സ്വപ്നത്തിൽ കാണിക്കുന്നത് പോലെയും പ്രവർത്തിക്കുന്നു. മനുഷ്യവംശങ്ങൾക്ക് മനുഷ്യർ പല ദൈവപേരിൽ പല രൂപ ആരാധന ചെയ്യിപ്പിക്കുന്ന ദൈവം പിശാചാണ് എന്ന് അറിയുകയുമില്ല. പിശാച് ആദമിനോട് പറഞ്ഞ ശബ്ദത്തിൽ മനുഷ്യരെ വഴിതെറ്റിപ്പിച്ചു. പിശാചിനെ അനുസരണമുള്ളവരാക്കി ആരാധിപ്പിക്കുന്നു. പിശാചിന്റെ ശബ്ദം പൂർത്തീകരിച്ചു. മനുഷ്യർ സത്യമറിയാതെ പിശാചിനെ അനുസരണമുള്ളവരായി ആരാധിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ സത്യം മനുഷ്യർ അറിയുകയില്ല. മനുഷ്യർക്ക് സത്യമായ അറിവുകളും ആരാധനകളും വലിയ ഉപദേശം ചെയ്യാൻ വേണ്ടിയാണ്. ഈ സത്യം മനുഷ്യർ അറിയുകയില്ല. മനുഷ്യർക്ക് സത്യമായ അറിവുകളും ആരാധനവും ഉപദേശം ചെയ്യാൻ വേണ്ടിയാണ് വരിജിനെ തപസ്സുരുത്തി ഇത്രയും മറ്റു രഹസ്യ പരസ്യ അറിവുകളും അറിയിച്ചു തന്നു. ഇവകളെല്ലാം ഉപദേശിച്ച് മനുഷ്യരെ നല്ലവരാക്കിയെടുക്കണം. സർവശക്തനായ അള്ളാഹു പറയുന്നു, മനുഷ്യരെ നിങ്ങൾക്കതാ ഒരു സത്യോപദേശം. മനുഷ്യരെ നിങ്ങളുടെ ശത്രുക്കളായ പിശാചുക്കളെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പിശാചുക്കളാണ്. മനുഷ്യരെ കൊണ്ട് എല്ലാവിധമായ തെറ്റുകുറ്റങ്ങളും ചെയ്യിപ്പിക്കുന്നവരും മനുഷ്യരെ കഠിനമായി പല തരത്തിലും ശിക്ഷിക്കുന്നവരുമാണ്. പിശാചുക്കൾ മനുഷ്യർ ചെയ്യുന്ന
എല്ലാ പ്രവൃത്തികളിലും പങ്കുചേരുന്നവരുമാണ്. മനുഷ്യരുടെ കണ്ണിൽ കാണാത്തതും കൂടെ ചുറ്റി നടക്കുന്നതും നായപ്പന്നിയുടെ രൂപത്തിലുള്ളവരും അവ കഴിക്കുന്ന കാഷ്ടവും മൂത്രവും അളിഞ്ഞു നാറിയ വകകൾ കഴിക്കുന്നവരുമാണ്. കാഷ്ടത്തിൻ്റെയും മൂത്രത്തിൻ്റെയും പുഴുത്തുനാറിയ പല ശവശരീരത്തിൻ്റെയും ദുഷിച്ച ദുർഗന്ധം ഉള്ളവരുമാണ്. പിശാചുക്കൾ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവരും മനുഷ്യരുടെ ചെവികളിൽ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് പലതരം കളവുകൾ പറഞ്ഞുകൊണ്ട് കെണിയും ചതിയും വഞ്ചനയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരുമാണ് പിശാചുക്കൾ. കളവും കൊള്ളയും കൊലയും ചൂതാട്ടും വ്യഭിചാരം മാട്ടും മാരണവും മദ്യപിക്കാനും മറ്റും അടങ്ങിയ എല്ലാ ചീത്ത പ്രവൃത്തികളും അക്രമങ്ങളും ചെയ്യിപ്പിക്കുന്നവരാണ്. പിശാചുക്കൾ മാതാപിതാ സഹോദര സഹോദരി മക്കളെയും കുടുംബത്തിലും അയൽവാസികൾ തമ്മിലും പലതരം കളവുകൾ പറയിപ്പിച്ചുകൊണ്ട് തല്ലും അടിയും വഴക്കും വഴിമുടക്കൽ കുടിവെള്ളം മുടക്കൽ മറ്റും ചെയ്യിപ്പിക്കുന്നവരാണ് പിശാചുക്കൾ. വെളിച്ചവും ദാനധർമ്മം സഹായ സംരക്ഷണങ്ങൾ അടങ്ങിയ നല്ലതായ പ്രവൃത്തികൾ ചെയ്യുന്നത് തടുക്കുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യരെ കൊണ്ട് എല്ലാ ചീത്ത പ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്നത് പിശാചുക്കളാണ്. മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് മാതാപിതാ സഹോദര സഹോദരി മക്കൾ എന്നീ വ്യത്യാസമില്ലാതെ നീചപ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ് പിശാചുക്കൾ. മദ്യശാലയും മയക്കുമരുന്നുകളും വ്യഭിചാര ക്യാമ്പുകളും അടങ്ങിയ ചീത്ത പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യരെ കൊണ്ട് നായപ്പന്നിയുടെ രൂപത്തിലുള്ള പിശാചുക്കളെയും പട്ടിനായക്കളെയും ഇണചേർന്നുകൊണ്ട് നീചപ്രവൃത്തികൾ ചെയ്യാൻ പഠിപ്പിക്കുന്നവരാണ് പിശാചുക്കൾ. പിശാചുക്കളെ സേവിക്കാനും അവരെ ആരാധിക്കാനും അവകളെ കൊണ്ട് മാറ്റുമാരണം ചെയ്യാൻ പഠിപ്പിക്കുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പങ്കുചേരുന്നു. കാഷ്ടവും മൂത്രവും പൊഴുത്തുനാറിയ ശവങ്ങളും കഴിക്കുന്ന മൂഞ്ചിയും മുഖവും തേറ്റിയും ഭക്ഷണത്തിൽ തലയിട്ട് കഴിക്കുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യർക്ക് പലതരത്തിലുള്ള രോഗവും ഉണ്ടാക്കുന്നവരുമാണ് പിശാചുക്കൾ. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തതികളായ മനുഷ്യരെ പല ജാതി മതക്കാരാക്കി ജാതി മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കുന്നവരാണ് പിശാചുക്കൾ. പിശാചുക്കളുടെയും മനുഷ്യരുടെയും മറ്റു പല രൂപാരാധന ചെയ്യിപ്പിക്കുന്നതും പല രൂപം കെട്ടിയും ശരീരത്തിൽ വരഞ്ഞും നടത്തിപ്പിക്കുന്നത് പിശാചുക്കളാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കാഷ്ടം പച്ചക്കും ചുട്ടി വെണ്ണീറാക്കിയും കഴിപ്പിക്കുന്നതും ശരീരത്തിലും വീടുകളിലും തേപ്പിക്കുന്നതും പിശാചുക്കളാണ്. മനുഷ്യരുടെ അംഗഭംഗങ്ങൾ മറക്കാതെ സ്ത്രീ പുരുഷന്മാരെ നഗ്നരാക്കി നടത്തിപ്പിക്കുന്നതും പിശാചുക്കളാണ്. പുരുഷന്മാരെ കൊണ്ട് അഗ്രാചർമ്മം ചെയ്യിപ്പിക്കാതെയും സ്ത്രീ പുരുഷന്മാരെ മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകി ശുദ്ധിയാക്കാതെ നടത്തിപ്പിക്കുന്നതും പിശാചുക്കളാണ്. മനുഷ്യരുടെ മുഖത്തും കൈകാലുകളിലും ശരീരത്തിലും മാറാലുകൾ ചുറ്റിക്കുന്നതും കണ്ണിൽ കാണാത്തതും പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലുള്ള മാറാലുകൾ ചുറ്റിച്ചുകൊണ്ട് അക്രമങ്ങൾ ചെയ്യുന്നത് പിശാചുക്കളാണ്. മനുഷ്യരുടെ മുഖത്ത് പിശാചുക്കളുടെ മുടികൾ കൊണ്ട് പൊതിഞ്ഞ് ബോധശേരാക്കുന്നവരും ആക്രമിക്കുന്നവരുമാണ് പിശാചുക്കൾ. കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും പുഴുത്തുനാറിയ ശവങ്ങളുടെ ദുർഗന്ധങ്ങൾ മുഖത്ത് കൊടുത്തുകൊണ്ട് ആക്രമണം ചെയ്യുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മനുഷ്യരിൽ പിടികൂടി പല വിധത്തിലും ബോധശേരാക്കി മനുഷ്യരക്തം കുടിക്കുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യരെ പലതരത്തിലുള്ള മാട്ടുമാരണങ്ങളും ചെയ്തുകൊണ്ട് ഭ്രാന്തന്മാരാക്കുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയവും പ്രത്യേകമായും മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയവും മനുഷ്യരിൽ പിടികൂടി ബോധശരാക്കി മാറ്റുമാരണവും ചെയ്യുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യരെ കൊണ്ട് പല ജാതി മത കുഴപ്പങ്ങളും ഉണ്ടാക്കിച്ചുകൊണ്ടും കൊള്ളയും കൊലയും ചെയ്യിപ്പിച്ചുകൊണ്ടും മനുഷ്യരുടെ രക്തം മാംസവും കുടിച്ചുകൊണ്ട് ചിരിച്ച് സന്തോഷിക്കുന്നവരാണ് പിശാചുക്കൾ. പിശാചുക്കൾ മനുഷ്യരുടെ കൂടെ എപ്പോഴും ചുറ്റി നടന്നുകൊണ്ട് ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടും കളവുകളും ചതിയും വഞ്ചനയും മാട്ടുമാരവും മറ്റുമടങ്ങിയ എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്യിപ്പിക്കുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യരെ പലതരത്തിലും ആക്രമിക്കുന്നവരും പല രോഗങ്ങൾ ഉണ്ടാക്കുന്നവരും
പിശാചുക്കളാണ് മനുഷ്യരുടെ യഥാർത്ഥ സൃഷ്ടികർത്താവ്. മനുഷ്യർക്ക് ചെയ്തു തന്ന ഗുണത്തിന് അവന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ അയക്കാത്തവരാണ് പിശാചുക്കൾ. മനുഷ്യരുടെ ഹൃദയവും പിശാചുക്കൾ മനുഷ്യരുടെ ഇത്രയും വലിയ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യർ എന്തു ചെയ്യണം? പുരുഷന്മാർ അഗ്രാചർമ്മം ചെയ്യണം. സ്ത്രീ പുരുഷന്മാർ മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ വൃത്തിയാക്കണം. അംഗഭംഗങ്ങൾ മറക്കണം. പ്രത്യേകമായും സ്ത്രീകളുടെ തലമുടി അടക്കമുള്ള എല്ലാ അംഗങ്ങളും അവയവങ്ങളും പിശാചുക്കൾക്ക് ജിൻ വർഗങ്ങൾക്കും മനുഷ്യർക്കും വികാരം ഉണ്ടാക്കുന്നതാണ്. പിശാചുക്കളുടെ ശിക്ഷക്കും അക്രമത്തിനും ഇരയാവാതിരിക്കാൻ വേണ്ടിയും സ്ത്രീകൾ എല്ലാ അംഗങ്ങളും അവയവങ്ങളും മറച്ചിരിക്കണം. എപ്പോഴും പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യർ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ സദാസമയം സ്തുതിച്ചുകൊണ്ട് പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് രക്ഷ തേടണം. പിശാചുക്കൾ മനുഷ്യരുടെ ചെവിയിൽ സംസാരിച്ചുകൊണ്ട് പിശാചുക്കളെ പോലെ മനുഷ്യരായ സ്ത്രീ പുരുഷന്മാരെയും നഗ്നരാക്കി നടത്തിക്കുന്നു. മനുഷ്യരെ ചെറുപ്രായത്തിൽ തന്നെ പിശാചുകൾ പിടികൂടിക്കൊണ്ട് പല തെറ്റുകുറ്റങ്ങളും ചെയ്യിപ്പിക്കുന്നു. വളരും തോറും സ്ത്രീകളാണ് കുട്ടികളെ പ്രസവിച്ച് വളർത്തുന്നവർ. കുട്ടികൾക്ക് പലതരമായ മാരകമായ രോഗങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും പിശാചുകൾ കുട്ടികളെ പിടികൂടാതിരിക്കാൻ വേണ്ടിയും ആൺകുട്ടികൾക്ക് അഗ്രാചർമ്മം ചെയ്യുകയും സ്ത്രീ പുരുഷന്മാരായ കുട്ടികളെ മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കാനും 9 ദ്വാരങ്ങളും അംഗങ്ങളും വൃത്തിയായി നടക്കാനും അംഗങ്ങൾ മറച്ചു നടക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. പ്രത്യേകമായും പെൺകുട്ടികളെ. സ്ത്രീകൾക്ക് അർബുദ രക്തം പ്രസവം ഉണ്ടാകുന്ന സമയം പിശാചുക്കൾ സ്ത്രീകളിൽ പിടികൂടുന്നതാണ്. കുട്ടികൾക്ക് വൃത്തിയായി നടക്കാനും അച്ചടക്ക പരിശീലനം നിർബന്ധമായും പഠിപ്പിക്കണം. മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും എല്ലാ സഹായ സംരക്ഷണങ്ങൾ ചെയ്തു തന്നുകൊണ്ട് സുഖസന്തോഷത്തോടെ വളർത്തി സംരക്ഷിക്കുന്നവനായ സൃഷ്ടികർത്താവിനെ സ്നേഹിച്ചു ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹ് എന്ന മഹത്തായ തിരുവചനം ഉപയോഗിച്ചുകൊണ്ടാണ് അവനെ മാത്രം സ്തുതിച്ചു വണങ്ങാൻ പഠിപ്പിക്കണം. ആദ്യമായി മാതാപിതാക്കൾ ചെയ്യണം. കുട്ടികളെയും ചെയ്യിപ്പിക്കണം. വൃത്തിയായി നടക്കാനും നല്ലതായ പ്രവൃത്തികൾ ചെയ്യാനും സൃഷ്ടികർത്താവിനെയും മാത്രം സ്തുതിക്കാനും പിശാചുക്കൾ സമ്മതിക്കുകയില്ല. പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ മനുഷ്യർ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ. മനുഷ്യർ പിശാചുക്കളുടെ രോഗങ്ങളിൽ നിന്നും അക്രമ ശിക്ഷകളൊന്നും രക്ഷപ്പെടണമെങ്കിൽ സ്ത്രീ പുരുഷന്മാർ മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കണം. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് സഹായ സംരക്ഷണം തേടണം. അള്ളാഹുവിനെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നീ ശപിച്ചതും മനുഷ്യരുടെ ശത്രുക്കളായ കൂടിയ പിശാചുക്കളുടെ കഠിനമായ ശിക്ഷകളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവിനെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം മനുഷ്യർ ചെയ്യുന്ന ഈ സർവത്ര പ്രവർത്തനങ്ങളിലും ഭക്ഷണം കഴിക്കുമ്പോഴും മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും മറ്റു സർവത്ര പ്രവർത്തനങ്ങളിലും പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം സർവത്ര പ്രവൃത്തികളും ചെയ്യേണ്ടത്. പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന. അള്ളാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നീ ശപിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. സർവസ്തുതിയും സർവശക്തനായ അള്ളാഹുവേ നിനക്കാണ്. അള്ളാഹുവേ, നീ പരിശുദ്ധവാനും അള്ളാഹുവേ നീ പരിശുദ്ധവാനാണ്. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹുവേ, നീ കാരുണ്യവാനും കരുണകൾ നിറഞ്ഞവനുമാണ്. അള്ളാഹുവേ, നീയാണ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവസാനം പ്രതിഫലം ചെയ്യുന്നവനും. അള്ളാഹുവേ, നിന്നെ മാത്രം സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അള്ളാഹുവേ, എന്നെ നീ സന്മാർഗത്തിൽ ചേർക്കണേ. നീ അനുഗ്രഹിച്ചവരുടെ സത്യമാർഗത്തിൽ ദുർമാർഗികളുടെയും നിന്റെ ശിക്ഷയ്ക്ക് അർഹതപ്പെട്ടവരുടെയും അല്ലാത്ത മാർഗത്തിൽ എന്നെ നീ ചേർക്കണേ. നിന്റെ കരുണാനുഗ്രഹം കൊണ്ട് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നെ നീ ചേർക്കണേ.
ഏക ഒരുവനായ അള്ളാഹുവിനോട് എൻ്റെ ശത്രുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷ തേടുന്നു. ഒരു ഇനം സ്ത്രീ പുരുഷന്മാരും പ്രസവിക്കാത്തതും തന്നെത്താൻ ഉണ്ടായ അപാരശക്തനായ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. അഖില ലോകത്തുള്ളവരെല്ലാം ആശ്രയിക്കുന്ന അതിശക്തനായ അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു. എന്നൊന്നും നിലനിൽക്കാൻ കഴിവുള്ള അള്ളാഹുവേ, നീയാണ് കരുണ ചെയ്യുന്നവൻ, എനിക്ക് നീ കരുണ ചെയ്യണേ. ഈ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും നാഥനായ അള്ളാഹുവേ, നീയാണ് രക്ഷിക്കുന്നവൻ, എന്നെ നീ രക്ഷിക്കണേ. എൻ്റെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ അള്ളാഹുവേ, നീയാണ് സഹായിക്കുന്നവൻ, എന്നെ നീ സഹായിക്കണേ. അല്ലാഹുവേ, നിന്റെ സഹായമല്ലാതെ മറ്റാരുടെയും സഹായം എനിക്കില്ല. അല്ലാഹുവേ, നിന്റെ സഹായ സംരക്ഷണം എപ്പോഴും എന്നിൽ ഉണ്ടായിരിക്കണേ. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ, നിന്റെ മഹത്തായ തിരുവചനം കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. ആരാധ്യകനുമായ അല്ലാഹുവേ, നിന്നോട് പരാക്രമികളായ യൂപികളുടെ ശിക്ഷകളിൽ നിന്നും രക്ഷ തേടുന്നു. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവേ, നിന്നോട് ഞാൻ എൻ്റെ ശത്രുക്കളിൽ നിന്ന് അഭയം തേടുന്നു. പിശാചുക്കളെ സേവിച്ച് മാട്ടുമാരണം ചെയ്യുന്ന അക്രമക്കാരിൽ നിന്നും രക്ഷ തേടുന്നു. അല്ലാഹുവേ, ദുഷ്ടന്മാർ ദുഷ്ടപിശാചുക്കളെ കൊണ്ടുണ്ടാക്കുന്ന അക്രമങ്ങളിൽ നിന്നും രക്ഷ തേടുന്നു. പിശാചുക്കൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വിഷാംശങ്ങൾ കലർത്തുന്ന അക്രമ ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, പിശാചുകൾ ഉണ്ടാക്കുന്ന മായാജാല വിദ്യകളിൽ നിന്നും തന്ത്രമന്ത്രങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കെട്ടുപൂട്ടുകളിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവേ, സൂര്യ ഉദയ അസ്തമാന സമയത്തും ശേഷവും പിശാചുകൾ ഉണ്ടാക്കുന്ന ശിക്ഷകളിൽ നിന്നും ഞാൻ സഹായം ചോദിക്കുന്നു. അല്ലാഹുവേ, നീ സൃഷ്ടിച്ചതും നീ വെറുക്കപ്പെട്ടതും നിന്റെ ശിക്ഷകളിൽപ്പെട്ടതും മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. രാത്രി ഇരുൾ മൂടുമ്പോൾ ഉണ്ടാക്കുന്ന നാശക്കാരായവരുടെ നാശങ്ങളിൽ നിന്നും പരാക്രമികളുടെ അക്രമങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. രാത്രിയും പകലും പിശാചുകൾ ഉണ്ടാക്കുന്ന അക്രമങ്ങളിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ടതും മനുഷ്യരുടെ ശത്രുവായ പിശാചുക്കൾ ഉണ്ടാക്കുന്ന അക്രമങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. അല്ലാഹുവേ, ഈ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും രാജാതിരാജനാണിനി. പരാക്രമികളുടെ അക്രമങ്ങളിൽ നിന്നും നാശക്കാരുടെ നാശങ്ങളിൽ നിന്നും അവർ ഉണ്ടാക്കുന്ന അക്രമങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവേ, എല്ലാ സമയത്തും പിശാചുക്കളും പരാക്രമികളും കൂടിച്ചേർന്നുണ്ടാക്കുന്ന അക്രമങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, എൻ്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. ഇതിനെ എപ്പോഴും ചൊല്ലുക. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വണങ്ങുന്നു, നിനക്കൊരായിരം നന്ദിയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, നീ ശപിച്ചതും എൻ്റെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും പരാക്രമികളുടെ ആക്രമങ്ങളിൽ നിന്നും എപ്പോഴും എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിർബന്ധമായ നമസ്കാര വണക്കം. പിശാചുക്കൾ മനുഷ്യരുടെ ശത്രുക്കളാണ്. പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമസ്കാരമുണ്ട്. പിശാചുക്കളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിർബന്ധമായ നമസ്കാര വണക്കം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുക. വൃത്തിയോടെയും ഭയഭക്തിയോടെയും സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്ക് മുന്നിട്ട് നിൽക്കുക. കാഷ്ടം തേക്കാത്ത വൃത്തിയുള്ള സ്ഥലത്തും പായയോ വിരിപ്പോ മറ്റ് പടങ്ങളോ വിരിക്കുക. അതിൽ വൃത്തിയോടെ നിൽക്കുക. നിയ്യത്ത് ചൊല്ലി പറയുക. കൂടെ ആളുണ്ടെങ്കിൽ അറിവുള്ളവർ മുന്നിലും ബാക്കിയുള്ളവർ പിൻ സൈഡിലുമായി വരിയായി നിൽക്കുക. നേരെ പിൻവശത്ത് നിൽക്കരുത്. നിയ്യത്ത് ചൊല്ലി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു തീർക്കുക. സാധാരണ നമസ്കാരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ പോലെയല്ല പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമസ്കാരം. ഈ നമസ്കാരം ചെയ്യുമ്പോൾ കൈകൾ കെട്ടേണ്ടതും പ്രവർത്തിക്കേണ്ടതും
പ്രാർത്ഥിക്കേണ്ടതും നിയത്ത്. അല്ലാഹുവേ, പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമസ്കാരവണക്കം ചെയ്യാൻ വേണ്ടി എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പരിപാലിക്കുന്നവരും എൻ്റെ മാതാവും പിതാവും ഗുരുനാഥനും എല്ലാ സഹായ സംരക്ഷണങ്ങളും ചെയ്തു തരുന്നവനുമായ സൃഷ്ടികർത്താവായ അല്ലാഹുവിലേക്ക് ഞാൻ എൻ്റെ ശരീരങ്ങളെയും മുഖത്തിനെയും ആത്മാവിനെയും തിരിച്ചിരിക്കുന്നു എന്ന് കരുതി പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി പിൻവശത്ത് ചന്തിയുടെ മേലെയും മുതുകിനോട് തൊട്ടുകൂടി കൂട്ടിപ്പിടിക്കുക. ശേഷം പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചുകൊണ്ട് നീ ശപിക്കപ്പെട്ടതും എൻ്റെ ശത്രുവായ പിശാചുക്കളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവേ, നിന്നെ വാഴ്ത്തിയും പുകഴ്ത്തിയും പറഞ്ഞുകൊണ്ട് നീ ശപിക്കപ്പെട്ടതും എൻ്റെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നീ ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവേ, നിന്റെ മഹത്തായ തിരുവചനങ്ങൾ കൊണ്ട് നിന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടും നീ ശപിക്കപ്പെട്ടതും എൻ്റെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവേ, എൻ്റെ പിൻഭാഗത്തിൽ എൻ്റെ കൂടെ നടന്നുകൊണ്ട് എന്നെ വഴിതെറ്റിക്കുന്ന പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, ഞാൻ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയം എന്നെ വഴിതെറ്റിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, ഞാൻ കുളിക്കുന്ന സമയം എൻ്റെ ശരീരത്തിൽ കയറിക്കൂടി എനിക്ക് പല രോഗങ്ങളും ഉണ്ടാക്കുന്ന പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് ആരാധിക്കാൻ അയക്കാതെ എൻ്റെ കൂടെ നടന്നുകൊണ്ട് എന്നെ വഴിതെറ്റിക്കുന്ന പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് ആരാധിക്കാനുള്ള നിന്റെ സന്മനസ്സിനെ എനിക്ക് നൽകണേ. ശേഷം കൈ ഉയർത്തി കുനിഞ്ഞു നിൽക്കുക. കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കഴുത്തിൽ പിടലിയിൽ പിടിക്കുക. പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിന്നെ വാഴ്ത്തിയും പുകഴ്ത്തിയും പറഞ്ഞുകൊണ്ട് കീഴ്വണക്കത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നീ ശപിച്ചതും എൻ്റെ ശത്രുക്കളായ പിശാചുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, പിശാചുക്കൾ എൻ്റെ പടലിയിൽ കയറിയിരുന്നു കൊണ്ട് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടും എന്നെ കൊണ്ട് പലവിധമായ തെറ്റുകളും ചെയ്യിപ്പിക്കുന്നു. ഒരുപാട് തെറ്റുകൾ ചെയ്ത ശരീരാത്മാവിനെ നിന്നിലേക്ക് കുനിച്ചു നിർത്തിക്കൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്നെ പല വിധത്തിലും പലതും പറഞ്ഞുകൊണ്ട് വഴിതെറ്റിക്കുന്നവനും എൻ്റെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ശേഷം നിവർന്ന് നിൽക്കുക. കൈകൊണ്ട് വായും മുഖവും കണ്ണിലുമായി കൊണ്ട് കൂട്ടിപ്പിടിക്കുക. പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കണ്ണുകൊണ്ട് പിശാചുക്കളുടെ ശത്രുക്കൾ കാരണത്താൽ പല ചീത്ത കാഴ്ചകളും ഞാൻ കണ്ടിരിക്കുന്നു. പിശാചുക്കളുടെ മന്ത്രം കേട്ടുകൊണ്ട് എൻ്റെ വായു കൊണ്ടും ഒരുപാട് ചീത്ത സംസാരങ്ങളും ഞാൻ സംസാരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണുകൊണ്ട് കാണിപ്പിക്കുന്നവനും എൻ്റെ വായു കൊണ്ട് ചീത്ത സംസാരങ്ങൾ സംസാരിപ്പിക്കുന്നവനും എൻ്റെ ശത്രുവുമായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശേഷം നിൽക്കുക. ഭരത് വാരിയെല്ലിനോടും ചേർന്ന് കൈകൾ രണ്ടും കൂട്ടിപ്പിടിക്കുക. ചെരിഞ്ഞ് നിന്നുകൊണ്ടാണ് വലതുഭാഗത്തേക്കുള്ള വാരിയെല്ലും കൂട്ടിപ്പിടിച്ച് കൈകളും വലതുഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും അല്ലാഹുവിന്റെ മുന്നിലേക്ക് തിരിയും വിധത്തിൽ തിരിക്കുക. പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോടുതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിശാചുക്കൾ എൻ്റെ കൈത്തൊക്കുകളിൽ കൂടി പാളിം മറിഞ്ഞു നിന്നുകൊണ്ട് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടും എന്നെ കൊണ്ട് പല ചീത്ത പ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്ന പിശാചുക്കളുടെ ശിക്ഷകളൊന്നും എന്നെ രക്ഷിക്കണേ. ശേഷം കുനിഞ്ഞു നിൽക്കുക. കുനിഞ്ഞു നിൽക്കുന്ന സമയം കൈ രണ്ടും കൂട്ടിപ്പിടിക്കുക. ഇടതു ചെവിയോടും ഇടതു തോളിനോടും ചേർന്ന് കൂട്ടിപ്പിടിച്ച് കുനിഞ്ഞു നിൽക്കുക. പ്രാർത്ഥിക്കുക. ശേഷം നിൽക്കുക. രണ്ട് ഭാഗത്തും രണ്ടാമത്തെ നൃത്തത്തിൽ വലതുഭാഗത്തേക്ക്
ചെയ്തതുപോലെ ഇടതുഭാഗത്തും ചെയ്യുക. മൂന്നാമത്തെ നൃത്തത്തിൽ ഇടതുഭാഗത്തേക്ക് കൈകൾ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. ആറാം ശേഷം കുനിഞ്ഞു നിൽക്കുക. വലതുഭാഗത്തും ചെയ്തതുപോലെ ഇടതുഭാഗത്തും ചെയ്യുക. ഇടത് ചെവിയോടും ഇടത് തോളിനോടും ചേർത്ത് കൈകൾ കൂട്ടിപ്പിടിക്കുക. 7 പ്രാർത്ഥിക്കുക. ശേഷം നെഞ്ചിൽ കൈ കിഴപ്പോട്ട് താഴ്ത്തി വിരലുകൾ നിവർത്തി കൂട്ടിപ്പിടിക്കുക. 8 പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിനക്ക് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാചുക്കൾ എന്റെ ഹൃദയത്തിൽ കയറിക്കൂടി എന്നെ കൊണ്ട് പല ചീത്ത പ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്നു. എന്റെ ഹൃദയം കൊണ്ട് പല ചീത്ത കാര്യങ്ങളും ഞാൻ ചിന്തിച്ചിരിക്കുന്നു. പിശാചുക്കൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തെറ്റുകളിൽ നിന്ന് തന്നെ രക്ഷിക്കണേ. ശേഷം കാൽമുട്ടിൽ കുനിഞ്ഞു നിൽക്കുക. ആ സമയം കൈകൾ പൊക്കിളിൽ കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ടിതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വയറ്റിൽ ഭക്ഷണം നിറക്കാൻ വേണ്ടി പിശാചുക്കളുടെ മന്ത്രത്തിൽ കുടുങ്ങി ഞാൻ പല ചീത്ത പ്രവൃത്തികളും ചെയ്തിരിക്കുന്നു. പിശാചുക്കൾ എന്നെ കൊണ്ട് ചീത്ത പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നതിൽ നിന്നും നീ ശപിച്ചതും എൻ്റെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശേഷം ശരണമടയുക. ആ സമയം വലത് ചെവിയും വലത് കവളും നിരത്ത് പതിച്ചുകൊണ്ട് മുഖം പടിഞ്ഞാറ് വരത്തക്ക വിധത്തിൽ കിടക്കുക. ആ സമയം കൈകൾ രണ്ടും ഇടത് തോളിൻ്റെയും കവളിൻ്റെയും ഇടയിൽ നിർത്തിക്കൊണ്ടായിരിക്കണം ശരണമടഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. 9 അല്ലാഹുവേ, നിനക്ക് സാഷ്ടാംഗം ചെയ്ത് ശരണമടഞ്ഞും നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചെവിയിൽ പിശാചുകൾ മന്ത്രിച്ചുകൊണ്ട് പിശാചുക്കളുടെ പലവിധമായ മന്ത്രങ്ങൾ കേട്ടുകൊണ്ടും പല ചീത്ത സംസാരങ്ങളും ഞാൻ സംസാരിക്കുന്നു. പിശാചുക്കൾ എന്നെ വഴിതെറ്റിച്ചുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തെറ്റുകളിൽ നിന്നും നീ ശപിക്കപ്പെട്ടതും എൻ്റെ ശത്രുവുമായ പിശാചുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ശേഷം കാൽമുട്ടിൽ ഇരുന്നു കൊണ്ട് കാലുകൾ തിരിച്ചും മറിച്ചും വെച്ച് കാൽമുട്ടിൽ ഇരിക്കുക. മുന്തുവാരത്തിൽ കൈകൾ നിവർത്തി കൂട്ടിപ്പിടിക്കുക. പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, പിശാചുക്കൾ എൻ്റെ മുന്തുവാരത്തിൽ കയറി ഇരുന്നു കൊണ്ട് മുന്തുവാരം കൊണ്ടും കൈകൾ കൊണ്ടും പല തെറ്റായ ചീത്ത പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്ന പിശാചുക്കളുടെ ശിക്ഷകളിൽ തന്നെ രക്ഷിക്കണേ. ശേഷം ശരണമടയുക. മുമ്പ് ശരണമടഞ്ഞതുപോലെ ഇടതു ഭാഗത്തേക്ക് ശരണമടഞ്ഞുകൊണ്ട് ഇടതു തോളിൻ്റെയും കവളിൻ്റെയും മീതെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശേഷം ഇരിക്കുക. മുൻ സാഷ്ടാംഗത്തിൽ ഇരുന്നത് പോലെ ആ സമയം സാഷ്ടാംഗത്തിൽ ഇരുന്നു കൊണ്ട് ശേഷം കുനിഞ്ഞു നിന്ന് കൈകൾ രണ്ടും ഭാഗത്ത് ചന്തിയിൽ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കുന്നു. ഞാൻ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയം പിശാചുകൾ എന്നെ കൊണ്ട് പല തെറ്റായ പ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്നു. മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയം എൻ്റെ ശരീരത്തിൽ കയറിക്കൂടുന്നതും എനിക്ക് പല രോഗങ്ങൾ ഉണ്ടാക്കുന്നതുമായ പിശാചുക്കളുടെ ശിക്ഷകളിൽ തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശരണമടയുക. ആ സമയം മുഖവും മൂക്കും നെറ്റിയും ചുണ്ടുകളും നിരത്ത് പതിച്ചുകൊണ്ട് കൈകൾ തലയുടെ മുൻവശത്തേക്ക് കുത്തി നിർത്തി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ശരണമടഞ്ഞ് കൈ രണ്ടും തലയുടെ മുകളിൽ നിവർത്തി കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിന്നെ വാഴ്ത്തി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ നീ സൃഷ്ടിച്ച് ഭംഗിയാക്കി തന്ന എൻ്റെ വായ കൊണ്ടും കണ്ണുകൊണ്ടും പല തെറ്റുകൾ ചെയ്തിരിക്കുന്നു. എൻ്റെ ശരീരങ്ങളെ കൊണ്ടും ഞാൻ പല തെറ്റുകളും ചെയ്തിരിക്കുന്നു. ഒരുപാട് തെറ്റുകൾ ചെയ്ത എൻ്റെ ശരീരാത്മാവിനെ നിന്നിലേക്ക് ശരണമടയിച്ചുകൊണ്ട് നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ടിതാ പ്രാർത്ഥിക്കുന്നു. നീ ശപിച്ചതും എൻ്റെ ശത്രുവായ പിശാചുക്കളുടെ
ശിക്ഷകളിൽ തന്നെ രക്ഷിക്കണേ. ശേഷം ശരണത്തിലിരിക്കുക. ചന്ദനപ്പടിയിൽ ആ സമയം ഇടതുകാൽ നിരത്തി കിടത്തി പതിച്ചു വെച്ച് അതിന് മുകളിൽ വലതുഭാഗത്തേക്ക് കാൽ മലർത്തി നീട്ടി കിടത്തി വെക്കുക. ആ സമയം കൈ രണ്ടും തലയുടെ മുകളിൽ ഇടതു കൈയിന്റെ മീതെ വലതു കൈ വെച്ചുകൊണ്ട് കൈകൾ വിരലുകൾ മടക്കി പിടിക്കുക, പ്രാർത്ഥിക്കുക. കൈ വിരലുകൾ നീട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിന്നെ വാഴ്ത്തിയും പോഴ്ത്തിയും സ്തുതിച്ചുകൊണ്ട് നിന്നോടിതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്ത ശരീരത്തെയും കൈകാലുകളെയും 9 ദ്വാരങ്ങളെയും ആമം വെച്ചുകൊണ്ട് നിന്നിലേക്ക് സാഷ്ടാംഗം ചെയ്തുകൊണ്ടും നിനക്ക് അനുസരണമുള്ളമായി ഇരുന്നു കൊണ്ടിതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, നീ ശപിച്ചതും എൻ്റെ ശത്രുവായ പിശാചുക്കളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ. അല്ലാഹുവേ, എൻ്റെ 9 ദ്വാരങ്ങളെ കൊണ്ടും ശരീരങ്ങളെ കൊണ്ടും പല തെറ്റുകുറ്റങ്ങളും ചെയ്യിപ്പിക്കുന്നവരും എൻ്റെ ശത്രുവുമായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, പിശാചുക്കൾ എൻ്റെ കൂടെ നടന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും പങ്കുചേർന്നുകൊണ്ട് എന്നെ വഴിതെറ്റിക്കുന്ന എൻ്റെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലും എൻ്റെ നടത്തത്തിലും എൻ്റെ കിടത്തത്തിലും എൻ്റെ ഉറക്കത്തിലും മറ്റും കൂടെ ചേർന്നുകൊണ്ട് വഴിതെറ്റിക്കുന്ന എൻ്റെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, ഈ ഭൂമിയിൽ പിശാചുകൾ നിറഞ്ഞു കിടക്കുന്ന കാലമാണ്, സമയമാണ്. എൻ്റെ ശത്രുവായ പിശാചുക്കളിൽ നിന്നും ദജ്ജാൽ, യജൂജ്, മൗജൂജ് എന്ന കൊടിയ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും മറ്റു പരാക്രമികളുടെയും ആക്രമണങ്ങളിൽ നിന്നും കഠിനമായ ശിക്ഷകളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ. അല്ലാഹുവേ, സത്യനിഷേധികളായതും എൻ്റെ ശത്രുക്കളുമായ പിശാചുക്കളുടെയും പരാക്രമികളുടെയും കുഫാരികളുടെയും ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, നിന്നെ നിഷേധിച്ചുകൊണ്ടും നിന്നെ വെറുത്തുകൊണ്ടും പിശാചുക്കളെയും മനുഷ്യരുടെ മുൻദ്വാരം പിൻദ്വാരങ്ങളെയും എന്നെ ആരാധിപ്പിക്കുകയും വണങ്ങിപ്പിക്കുകയും ചെയ്യിപ്പിക്കുന്ന പിശാചുക്കളുടെയും ബുദ്ധാരാധനയും ക്രിസ്തുവാരാധനയും മൺകുമ്പാരാധനയും മറ്റു പല രൂപ വിഗ്രഹാരാധനകളും ചെയ്യിപ്പിച്ചും ബുദ്ധഗോപുരത്തിനെ വലയം ചെയ്യിപ്പിക്കുകയും ആരാധിപ്പിക്കുകയും ചെയ്യുന്ന പിശാചുക്കളുടെ ശിക്ഷകളൊന്നും രക്ഷിക്കണേ. അല്ലാഹുവേ, നിന്നെ നിഷേധിച്ചുകൊണ്ടും നിന്നെ വെറുത്തുകൊണ്ടും പിശാചുക്കളെയും മറ്റു രൂപങ്ങളെയും മനുഷ്യരെയും ആരാധിക്കുന്നവരെയും നീ വെറുത്തുകൊണ്ട് ശിക്ഷിക്കുന്ന ശിക്ഷകൾപ്പെട്ടതായ വസ്ത്രമില്ലാതെയും കുടിക്കാൻ വെള്ളമില്ലാതെയും ഭക്ഷണമില്ലാതെയും രോഗത്തിന് മരുന്നുകളില്ലാതെയും പലവിധമായ മാരകമായ രോഗങ്ങൾ കൊണ്ടും ശിക്ഷിക്കുന്ന കഠിനമായ ശിക്ഷകൾ തന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, പിശാചുക്കളുടെ ചീത്ത സംസാരങ്ങൾ കുടുങ്ങിക്കൊണ്ട് ഞാൻ നിന്നെ നിഷേധിച്ച് ചീത്ത പറയുകയും വെറുക്കുകയും നീ ചീത്ത പറയുകയും വെറുക്കുകയും അറക്കുകയുമില്ല. അല്ലാഹുവേ, നിന്നെ ഞാൻ എതിർക്കുകയില്ല. നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ ആരാധിക്കുകയുമില്ല. അല്ലാഹുവേ, നിന്നെ ആരാധിക്കാത്തവരെയും വെറുത്തവരെയും ശിക്ഷിക്കുന്ന ശിക്ഷകളിൽപ്പെട്ടതായ ഭൂകമ്പം, ചുഴലിക്കാറ്റ്, ഭൂമികുലുക്കം, ഇടിമിന്നൽ, തീമഴ, തീക്കാറ്റ്, വെള്ളപ്പൊക്കം മറ്റും അടങ്ങിയ കഠിനമായ ശിക്ഷകൾ കൊണ്ട് നീ ശപിച്ചുകൊണ്ട് ശിക്ഷിക്കുന്ന ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അല്ലാഹുവേ, നീ എന്നെ ശപിച്ചവരിലും ശപിക്കുന്നവരിലും അല്ലാഹുവേ, നീ എന്നെ ശപിച്ചവരിലും ശപിക്കുന്നവരിലും ശപിച്ചുകൊണ്ട് ശിക്ഷിക്കുന്നവരിലും പെടുത്തരുതേ. അല്ലാഹുവേ, നിന്നോട് പക്ഷാതാപിക്കുന്നവരിലും പരിശുദ്ധവാന്മാരിലും എന്നെ നീ ഉൾപ്പെടുത്തണേ. എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ അല്ലാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണെന്ന് പറയുക. ഈ പ്രാർത്ഥന സർവത്ര വീടുകളിലും ഒറ്റയായും കൂട്ടമായും സർവത്ര മനുഷ്യരും ചെയ്യേണ്ടതാണ്. കൂട്ടത്തോടെ ചെയ്യുമ്പോൾ പിതാവും മുന്നിൽ നിന്നുകൊണ്ടും മാതാവും മക്കളും പിന്നിൽ നിന്നുകൊണ്ടുമായിരിക്കണം. പിതാവില്ലെങ്കിൽ
മാതാവ് മുന്നിൽ നിൽക്കണം. അങ്ങനെ വഴിക്കും വഴിയായി ഈ നമസ്കാരം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സർവത്ര വീടുകളിലും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. മുൻവശത്ത് പിതാവ് മുന്നിൽ നിൽക്കുമ്പോൾ സ്ത്രീകളും പെൺമക്കളും ഇടതുഭാഗത്തും പുരുഷന്മാരായ ആൺമക്കളും വലതുഭാഗത്തും നിൽക്കണം. മുന്നിൽ നിൽക്കുന്നവരുടെ നേരെ പിന്ദ്വാരത്തിന് പിന്നിലായി നമസ്കാരത്തിന് നിൽക്കാൻ പാടില്ല. കൂട്ട് പ്രാർത്ഥനയോടെയുള്ള കുനിയലും ശരണമടയിലും ചെയ്തുകൊണ്ടുള്ള നമസ്കാരം കൂടുതലും മാതാപിതാക്കളും കുട്ടികളുമാണ് ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക. ശേഷം ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും തലതിരിക്കുക. പ്രാർത്ഥിക്കുക.